السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, PR പ്രധാനമന്ത്രിയും യഥാർത്ഥ ഇന്ത്യയും എന്ന ആശയത്തിൽ ചില കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എണ്ണമറ്റ ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്ന അർണബ് ഗോസ്വാമിയെ പോലെയുള്ള സ്തുതിപാഠകരാൽ പുളകിതനാകുന്ന അത്യാഡംബര വേഷവിധാനവും അഹംവിചാരവുമുള്ള ആ മനുഷ്യനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഗുജറാത്ത് മോഡൽ എന്ന വായ്ത്തുപാട്ടുകളാണ് 2014 അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയത്. ഇമോഷണൽ പോപ്പുലാരിറ്റി നേടിയെടുക്കാനാണ് തൻ്റെ ചായവിൽപ്പനയുടെ കഥയും ഭിക്ഷാടനത്തിൻ്റെ ഓർമ്മകളും സ്വന്തമായും വിവിധ മീഡിയകളിലൂടെയും പാടി നടന്നത്. താൻ ദരിദ്രർക്കൊപ്പമാണെന്ന് സ്ഥാപിക്കാനുള്ള വലിയ ശ്രമങ്ങൾ. G20 സമ്മേളനത്തിനോടനുബന്ധിച്ച് ഡൽഹിയിലെ ചേരികളെ വിവിധ തുണികൾ ഉപയോഗിച്ച് മറച്ചതും ഗുജറാത്തിലെ ഗല്ലികളെ മതിലുകൾ കെട്ടി ഒളിപ്പിച്ചതും ദരിദ്രരോടുള്ള മനോഭാവത്തിൻ്റെ ഭാഗമാണ്. ദരിദ്രരുടെ മിശിഹയായി വായിത്തുമ്പോഴും 8 മണിക്കൂറിനിടയിൽ 4 ജോഡി വസ്ത്രങ്ങളും 1.25 ലക്ഷം രൂപയുടെ കണ്ണടയും ഉപയോഗിക്കുന്നെന്ന വാർത്ത എത്രമേൽ പരിഹാസമാണ്. ദൈവത്തോട് ഉപമിച്ച് അന്ധമായ ഭക്തരെ സൃഷ്ടിക്കുന്ന ഏജൻസികൾ വെറുപ്പിന്റെ വ്യാപാരിയായ ഹിറ്റ്ലറെ മിശിഹയോട് ഉപമിച്ച സമാന ക്രൂരതകളാണ് പ്രകടമാകുന്നത്. റേഡിയോയിൽ നരേന്ദ്രമോദി, പത്രങ്ങളിൽ നരേന്ദ്രമോദി, TV ചാനലുകളിൽ നരേന്ദ്രമോദി, ഫേസ്ബുക്കിൽ നരേന്ദ്രമോദി, പെട്രോൾ പമ്പിലെ ബോർഡുകളിൽ നരേന്ദ്രമോദി, റോഡരികിലെ പോസ്റ്ററുകളിലും നരേന്ദ്രമോദി, PM ശ്രീ വൈ സ്കൂളിലും എത്തി മോദി. എല്ലായിടത്തും ഈ മുഖം കാണിക്കാൻ കോടിക്കണക്കിന് രൂപകളാണ് ഗൂഗിൾ കമ്പനികൾക്ക് നൽകിയത്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ പരസ്യത്തിന് വേണ്ടി മാത്രം സർക്കാർ ചെലവാക്കിയത് 6491 കോടി രൂപയോളം വരും. വായ്ത്തുപാട്ടുകൾ വിവിധ ഏജൻസികളിലൂടെയും BJPയുടെ IT സെല്ലിലൂടെയും കളം വായുമ്പോൾ യഥാർത്ഥ ഇന്ത്യൻ ചിത്രങ്ങൾ നാം കാണാതെ പോകരുത്. പ്രധാനമന്ത്രിയുടെ ജനപ്രീതി ഇടിയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 10% കുറവുണ്ടായി. അച്ചാദിൻ വിലകയറ്റവും തൊഴിലില്ലായ്മയും നികത്തുമെന്ന പരസ്യ പ്രചരണങ്ങളിൽ രോമാഞ്ചം കൊണ്ടവർക്ക് എന്ത് ലഭിച്ചു? ആഗോള ഏജൻസികൾ ഇതിനെ പഠിച്ച് വിലയിരുത്തുന്നത് അസമത്വം വർദ്ധിക്കുന്നു എന്നാണ്. വേൾഡ് ഇൻക്വാലിറ്റി ലാബിന്റെ പഠനപ്രകാരം കൊളോണിയൻ ഭരണകാലത്തെ കടത്തിവെട്ടിയ അസമത്വമാണ് നിലനിൽക്കുന്നത്. UNDP മനുഷ്യ സൂചികയിൽ ഇന്ത്യ 130-ാം സ്ഥാനത്തും പോഷകാഹാരക്കുറവും ശിശുമരണ നിരക്കും ഘടകമാകുന്ന പട്ടിണി സൂചികയിൽ ഇന്ത്യ 105-ാം സ്ഥാനത്തുമാണ്. പൗരന്റെ പ്രതിശീർഷ വരുമാനം $2696 മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 115-ാം സ്ഥാനത്താണ്. ഭരണഘടനാ സംവിധാനങ്ങൾ, ഫെഡറൽ വ്യവസ്ഥ എന്നിവയെല്ലാം താറുമാറായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വോട്ട് ചോരിയിൽ ആടി ഉലയുന്നു. ഇൻകം ടാക്സ്, CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിന്റെ ചട്ടുകങ്ങളായി പരിമിതപ്പെട്ടു. ഭീകരതയുടെയും വർഗീയതയുടെയും അടിവേററുക്കുമെന്ന പ്രഖ്യാപനങ്ങളെ കാറ്റിൽ പറത്തിയായിരുന്നു 2016 പത്താൻകോട്ടിലും ഉറിയിലും മുഴങ്ങിയ ബോംബുകളും 2019 40 സൈനികർ കൊല്ലപ്പെട്ട പുൽവാമയും കാണികളെയും സഞ്ചാരികളെയും കൊന്നൊടുക്കിയ പഹൽഗാമും 2020 ഡൽഹി കലാപവും 2023 മണിപ്പൂർ കലാപവും അശാന്തിയുടെ ഉണങ്ങാത്ത മുറിവുകളെ അവശേഷിക്കുന്നു. മേരെ ദേശവാസ്യം എന്ന ഉച്ചത്തിൽ വിളിക്കുമ്പോഴും ഈ ദേശത്ത് വിദ്വേഷ അക്രമങ്ങളിൽ 74% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെയ്റ്റ് ക്രൈംസ് ഏറ്റവും കൂടുതൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണത്രേ. ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആഗോള ഫ്രണ്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ സമ്മതനാണെന്ന പൊങ്ങച്ചവും നിലനിൽക്കെ റഷ്യയുമായുള്ള എണ്ണ ഇടപാടിൽ അമേരിക്ക ഇടപെട്ടതും ഇരട്ടി ചുങ്കം പ്രഖ്യാപിച്ചതും എത്രമേൽ പ്രഹസനമാണ്. മോദിയുടെ 12 വർഷം മാറ്റി കുറുക്കിയാൽ PR നിർമ്മിച്ചെടുത്ത വിളകൾക്കപ്പുറം
അരക്കിതമാകുന്ന യഥാർത്ഥ ഇന്ത്യൻ ചിത്രങ്ങൾ തെളിഞ്ഞു കാണാൻ കഴിയും. വാക്കുകൾക്കിവിടെ. അസ്സലാമു അലൈക്കും.